New Hope TV, your encounter with God. എത്ര പേര് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ? അത് ദാറ്റ് ഇസ് എ വെരി ഫൂളിഷ് ക്വസ്റ്റ്യൻ ടു ആസ്ക് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ബിലീവേഴ്സ്. ഹല്ലേലൂയ. ബട്ട് സംടൈംസ് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടൊക്കെ വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ സ്നേഹിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം നമ്മൾ നയിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം നമ്മൾ കാണിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഹെബ്രായർക്കുള്ളതിന് 12-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിലുള്ള ഒരു വിഷയമാണ് ദൈവം നമ്മളോട് സംസാരിച്ചത്. എന്താണ്? ലുക്കിംഗ് ഓൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്, ഹൂ ഫോർ ദ ജോയ് ദാറ്റ് വാസ് സെറ്റ് ബിഫോർ ഹിം എൻഡ്യൂർഡ് ദ ക്രോസ്. അപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി. ഒന്ന്, നമ്മൾ യേശുവിനെ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ആരെ നോക്കിയിട്ടാണ് നടക്കേണ്ടത്? യേശുവിനെ. അപ്പോൾ യേശുവിനെയാണ് നോക്കേണ്ടതെങ്കിൽ നമ്മൾ വേറെ ചില കാര്യങ്ങൾ അല്ല ആൾക്കാരെ നോക്കാതിരിക്കണം. അപ്പോൾ അത് എന്താണെന്ന് ജസ്റ്റ് റീക്യാപ്പായിട്ട്, ഒന്ന്, നമ്മൾ നോക്കാതിരിക്കേണ്ടത് ഒരു ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ് ആണ്. നമുക്കറിയാം, എബ്രായർക്കുള്ളതിന് 12-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ദർ ഇസ് എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്. അത് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സോ പെട്ടെന്ന് വായിക്കോ, ഹീബ്രൂസ് 12:1. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ആമേൻ, മതി. അപ്പോൾ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അത് ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ ഈ ജീവിതം ദൈവത്തിന് വേണ്ടി പ്രീതികരമായി ജീവിച്ച് ദൈവത്തെ പ്രീതികരിച്ചൊരു ജീവിതം നയിച്ച വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി സാക്ഷികളായവർ. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തർക്കും നമുക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ് ഇൻ എവിടേക്കാ? ജെറൂസലം, ജുഡിയ, സമേറിയ ആൻഡ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് സാക്ഷികളായ ഒരു സമൂഹമുണ്ട്. പക്ഷെ ആ സമൂഹത്തെയല്ല നമ്മൾ നോക്കേണ്ടത്. ഹലോ, ആ സമൂഹത്തെ നോക്കി നടന്നാൽ ഞാനൊരു പറയാം, നിങ്ങൾ യേശുവിനെ കാണുകയില്ല. അതിന് വളരെ വ്യക്തമായിട്ടുള്ള വചനം ഐസയ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വചനമുണ്ട്. നമ്മൾ യേശുവിനെ അല്ലാതെ വേറെ ആരെയെങ്കിലും കണ്ട് അവരുടെ ആ വിശുദ്ധ ജീവിതത്തെ കണ്ട് നമ്മളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നോക്കുകയാണെങ്കിൽ നീ നിൻ്റെ ജീവിതകാലത്ത് യേശുവിനെ കാണുകയില്ല. വായിച്ചേ, ഐസയ 6:1. ഉസ്സിയ രാജാവ് മരിച്ച വർഷം യഹോവ ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. ഇത് ആരാ എഴുതിയത്? ഐസയ പ്രവാചകൻ. ഐസയ പ്രവാചകൻ നല്ല വിശുദ്ധനായിരുന്നോ? അല്ലായിരുന്നോ? ഐസയ പ്രവാചകൻ വിശുദ്ധനായിരുന്നു. ഹി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ്സ്. ഐ വിത്ത് മീ? ഹല്ലേലൂയ. പക്ഷെ അദ്ദേഹം ഉസ്സിയ രാജാവ് എന്ന് പറഞ്ഞ നല്ലൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തെ കണ്ടത്. കാരണം എന്തായിരുന്നു? എല്ലാ ജനത്തിൻ്റെയും ദൃഷ്ടി ഉസ്സിയയിലായിരുന്നു. നല്ലവനായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സഹോദരൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ക്രിസ്ത്യ ജീവിതം എത്ര നല്ല വ്യക്തിയായാലും എത്ര വലിയ പുണ്യാളനാണെങ്കിലും ആ പുണ്യാളനിൽ ആയിരിക്കരുത് നമ്മുടെ ദൃഷ്ടി. നീ ആ പുണ്യാളനെ നോക്കുകയാണെങ്കിൽ നീ ദൈവത്തെ കാണുകയില്ല. വചനം പറഞ്ഞ ഇൻ ദ ഇയർ വെൻ ഉസ്സിയ ദ കിങ് ഡൈഡ് ഐ സോ ദ ലോർഡ്. അപ്പോൾ ഉസ്സിയ, നിൻ്റെ ജീവിതത്തിലുള്ള ഉസ്സിയമാർ മരിക്കണം. ഹലോ, അതൊരു കൃത്യം ഞാൻ പറയാം, നീ ആരാധിക്കുന്ന ഒരു പുണ്യാളനായിരിക്കാം, അല്ലെങ്കിൽ നീ അത്രയധികം ബഹുമാനിക്കുന്ന ഒരു പാസ്റ്ററായിരിക്കാം. പാസ്റ്ററിൽ ദൈവത്തെ കാണുകയില്ല. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് കേട്ടോ. ഹലോ, അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്ന വലിയൊരു ശക്തിയാളായിരിക്കും. അവരിലൊന്നും യേശുവിനെ അവരെ അനുഗമിച്ച് ജീവിക്കുന്നതായിരിക്കും. ബട്ട് ഇഫ് യു വാണ്ട് ടു സീ ദ ലോർഡ്, യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ലോർഡ്. ഐ വിത്ത് മീ? അപ്പോൾ വചനം വളരെ വ്യക്തമാണ്. ഇൻ ദ ഇയർ വെൻ ഉസ്സിയ ദ കിങ് ഡൈഡ് ഐ സോ ദ ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഉസ്സിയമാര് ഒന്ന് ഉറക്കെ പറ. ഉസ്സിയ അവരാരുമില്ല, നിങ്ങൾ ആരാധിക്കുന്ന ആരുമില്ല ഇവിടെ. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ധൈര്യത്തോടെ പറയാം, എൻ്റെ ജീവിതത്തിലുള്ള ഉസ്സിയമാരൊക്കെ മരിച്ചാലേ എനിക്ക് എൻ്റെ യേശുവിനെ കാണാൻ പറ്റുള്ളൂ. രണ്ടാമത് എന്താണ്? നീ ആരെ കാണാതിരിക്കേണ്ടത്? നിന്നെ തന്നെ. പലപ്പോഴും നമ്മളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്, ഞാൻ ആ ചെയ്തു, ആ നന്മ ചെയ്തു, ഈ നന്മ ചെയ്തു, ഞാൻ പാപം ചെയ്തിട്ടേ ഇല്ല, ഞാൻ വിശുദ്ധനാണ്. അങ്ങനെ ഒരു സെൽഫ് റൈച്ചസ്നെസ്. നീ സെൽഫ് റൈച്ചസ്നെസ്സിൻ്റെ അടിയിൽ നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നീ നീതിമാനായ ദൈവത്തെ കാണുകയില്ല. ഐ വിത്ത് മീ? നീ ഒരു കണ്ണാടി നോക്കുമ്പോൾ നിന്നെയല്ലേ കാണുകയുള്ളൂ. അങ്ങനെ നിന്നെ മാത്രം കണ്ട് നിൻ്റെ നീതി മാത്രം കണ്ടിട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കാൻ പറ്റുകയില്ല. വായിച്ചേ, റോമൻസ് 10:3. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ
സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കീഴ്പ്പെട്ടില്ല. അവൻ്റെ നീതി മാത്രമേ അവന് കാണാൻ പറ്റുന്നുള്ളൂ. അയ്യുദ്മി. അപ്പോൾ നമ്മളുടെ സ്വന്തം നീതി കാണരുത്. പിന്നെ നീ ഏതാ കാണാൻ പാടില്ലാത്ത? നിൻ്റെ ഓട്ടത്തിൻ്റെ വഴി നോക്കരുത്. ഹലോ, യു ഷുഡ് നോട്ട് സീ ദ കോഴ്സ്. ആ വഴി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതം പ്രശ്നമുള്ള ജീവിതമാണ്, പ്രയാസങ്ങളുള്ളതാണ്, പ്രലോഭനങ്ങളുള്ളതാണ്, പീഡനങ്ങളുള്ളതാണ്. നീ അത് നോക്കിയിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് യേശുവിനെ കാണാൻ പറ്റില്ല. നീ അതിലായിരിക്കും ഫോക്കസ്. നമുക്കറിയാം, പത്രോസ് അല്ലേ ദൈവത്തോട് പറഞ്ഞു, നീ ദൈവം എന്നെ ഒന്ന് വിളിക്കുക, ഞാൻ ഈ വെള്ളത്തിലൊന്ന് നടക്കട്ടെ അല്ലേ. വാ, യേശു പറഞ്ഞു വാ. കാരണം ഞാനാണ് ഈ വെള്ളം സൃഷ്ടിച്ചത്, ഞാനാ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്, നീ വാ. അവൻ വന്നു. നടന്നു. മുങ്ങിയോ? എന്താണ് അവൻ്റെ ദൃഷ്ടി? യേശുവിൽ നിന്ന് വെള്ളത്തിലേക്ക് മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അത് മത്തായിയുടെ സുവിശേഷം ഒന്ന് വായിച്ചേ, 14:30, മാത്യു 14:30. നമ്മുടെ ക്രിസ്ത്യ ജീവിതം മസ്റ്റ് ബി ഫോക്കസ്ഡ് ഓൺ ജീസസ്. മാത്യു 14:30. എന്നാൽ അവൻ കാറ്റ് കണ്ട് ഭയന്ന് മുങ്ങുവാൻ തുടങ്ങി. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അവൻ്റെ ദൃഷ്ടി യേശുവിൽ നിന്ന് ആ കാറ്റും കടലിലേക്ക് മാറിയപ്പോൾ അവൻ മുങ്ങി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ ഓട്ടം യേശുവിനെ മുന്നേ കണ്ടിട്ട് വേണം. നമ്മുടെ കോഴ്സ് മസ്റ്റ് ബി ജീസസ്. പിന്നെ വേറെ ഒന്ന്, മറ്റുള്ള ഓട്ടക്കാരെ നോക്കണ്ട. ഹലോ, മറ്റുള്ള ഓരോ ഓട്ടക്കാരെ നോക്കണ്ട. അവൻ നിന്നേക്കാൾ ശ്രേഷ്ഠനായിരിക്കും, നിന്നേക്കാൾ താഴ്ന്നതായിരിക്കും, നിന്നേക്കാൾ വിശുദ്ധിയുള്ളവനായിരിക്കും, നിന്നേക്കാൾ വിശുദ്ധി കുറഞ്ഞവനായിരിക്കും. അതൊക്കെ അവനും ആ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. നീ നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രം നോക്കിയാൽ മതി. പലവരും എന്താണ് വിശുദ്ധൻ, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം കാണല അവൻ്റെ ജോലി. അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ ചെയ്തു, അത് അവൻ അങ്ങനെയാണ്, അവന് ഗുണം പിടിക്കുകയില്ല. അവൻ വിശ്വാസിക്ക് പറയുന്ന ഒരു പ്രത്യേകപ്പെട്ട അവൻ പോക്കാണ്. എങ്ങോട്ടാ പോക്കെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ മറ്റുള്ളവരെ കണ്ടിട്ടുള്ളൊരു ഓട്ടം. നമ്മളുടെ ഓട്ടം പൂർത്തിയാക്കിയാൽ മതി. നമുക്കറിയാം, തിമത്തിയുടെ ലേഖനം 2 തിമത്തി 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞേ. അവിടെ ഞാൻ ഒന്നാമനായെന്നൊന്നും പറയുന്നില്ല. ഐ വിത്ത് മീ. എനിക്ക് തന്ന ഓട്ടം ഞാൻ പൂർത്തിയാക്കി. ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ നീതിമാനായ ദൈവം എനിക്ക് ഒരു നീതിയുടെ ഒരു കിരീടം വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, അവൻ്റെ രണ്ടാമത്തെ വരവിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു കിരീടമുണ്ട്. അപ്പോൾ എനിക്ക് തന്ന ഓട്ടം പൂർത്തിയാക്കിയാൽ മതി. മറ്റുള്ളവർ എന്നേക്കാൾ സ്പീഡിൽ ഓടുന്നുണ്ടോ, അവന് കൂടുതൽ അഭിഷേകമുണ്ടോ അല്ലെ, അതൊന്നും നീ നോക്കണ്ട. അവന് കൊടുത്ത അഭിഷേകം അവൻ ദൈവം കൊടുത്തതാണ്. നിനക്ക് തന്നത് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നിനക്ക് കിട്ടിയത്, നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ദാറ്റ് ഗോഡ് ഹസ് ഗിവൻ ഈച്ച് എ മെഷർ ഓഫ് ഫെയ്ത്ത്. എനിക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിച്ചാൽ മതി. ഒന്ന് വായിക്കാം, 2 തിമോത്തി 4:7. ഞാൻ നല്ല പോര് പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാക്ഷിച്ച ഏവർക്കും തന്നെ. അപ്പോൾ ഓടി എല്ലാവർക്കും കിരീടം കിട്ടും അല്ലേ. വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഓട്ടം നോക്കിയാൽ മതി. ഫോക്കസ് ഓൺ യുവർ വാക്ക്, ഓൺ യുവർ ക്രിസ്ത്യൻ വാക്ക്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതുണ്ട്? ഒന്ന്, ഉസിയയെ നോക്കരുത് അല്ലേ. ഞാൻ എന്നെ തന്നെ നോക്കരുത്. ഞാൻ എൻ്റെ ഓട്ടത്തിൻ്റെ വഴി നോക്കരുത്. മറ്റുള്ളവരെ നോക്കരുത്. ഇവരെല്ലാവരും പോയാൽ പിന്നെ ആരുണ്ട് ബാക്കി? യേശു മാത്രമേ ഉള്ളൂ. ആ യേശുവിനെ നീ മുന്നിൽ കണ്ടിട്ട് വേണം നിൻ്റെ ജീവിതം നയിക്കാൻ. ലുക്കിംഗ് അൺ ടു ജീസസ്, ദി ഓത്തർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്. ഐ വിത്ത് മീ. അങ്ങനെ ആകുമ്പം നമ്മൾക്കുള്ള ആ ഡെസ്റ്റിനേഷൻ നമുക്ക് എത്താൻ പറ്റും. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞതിൻ്റെ ഒരു സമറിയാണ് കേട്ടോ. നൗ ലെറ്റ്സ് ഗോ ഇൻടു ദ മെസ്സേജ്. ഹല്ലേലൂയ. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള 3-ാമത്തെ അധ്യായം 23 മുതലായിരുന്നു നമ്മൾ വചനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പാപികളായിരുന്നു, പാപത്തിൻ്റെ വേദന മരണമാണെന്നും എല്ലാവരും പാപം ചെയ്ത് ദൈവമാർഗ്ഗത്തിൽ വീണുപോയവരാണെന്നൊക്കെ, അങ്ങനെ യേശു നമ്മൾക്ക് വേണ്ടി ഒരു പകരക്കാരനായിട്ട് മരിച്ചുവെന്നും ഒക്കെ നമ്മൾ വായിച്ച് ദൈവം നമ്മളോട് സംസാരിച്ച് മനസ്സിലാക്കി. 26-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം. ഇതാണ്. അവിടെ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. That he is just and the justifier. He is just. പെട്ടെന്ന് വായിക്കുക 26. താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരെ താൻ നീതീകരിക്കുന്നുവെന്നും ഇക്കാലത്ത് വെളിപ്പെടുത്തുവാനാണ് ഇത് ചെയ്തത്. ആമേൻ. നീതിമാനാണ്, നീതീകരിക്കുന്നവനാണ്. ഇത് ഒരു തരത്തിൽ നോക്കാൻ 2 ഓപ്പോസിറ്റ് ഫങ്ഷൻസാണ്.
നീതിമാൻ എന്ന് പറയുന്ന ഒരു ജഡ്ജ് നീതിമാനാ. ആ ജഡ്ജ് തന്നെ നമ്മുടെ ശിക്ഷയായിട്ട് എടുത്താൽ ശരിയാവുമോ? ഹീസ് എ ജസ്റ്റ് ജഡ്ജ്. He judges you and then he comes and takes your sentence. They are two opposite functions actually. Relatively opposite, but not opposite. Because it's the character of God that he is just and the justifier. Hallelujah. നമ്മൾ മനസ്സിലാക്കണം. ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണം, ആ കുരിശ് മരണം is to demonstrate ദൈവത്തിൻ്റെ ആ ക്ഷമ, the forbearance of God. Are you with me? The forbearance of God, that he is willing to pass over the sins that you have previously committed. Are you with me? ആ ദൈവത്തിൻ്റെ ആ മനസ്സ്, നമ്മളെ ക്ഷമിക്കുവാൻ തയ്യാറുള്ള ഒരു മനസ്സ്, നമ്മൾ ചെയ്ത പാപങ്ങളുടെ മുകളിലൂടെ അത് പാപത്തിൻ്റെ തക്ക ശിക്ഷ തരാതെ എങ്ങനെ സംഹാരദൂതൻ ഈജിപ്തിൽ നിന്ന് കടന്നുപോയോ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഭവനങ്ങളിൽ കടന്നുപോയോ, അതുപോലെ ഹീ ഈസ് വില്ലിംഗ് ടു ഫോർഗോ ഓഫ് ഫോർബെയറൻസ് ഓഫ് യുവർ സിൻസ്. ഹീ ഈസ് നോട്ട് ഗിവിങ് യു ദ ജസ്റ്റ് പണിഷ്മെൻറ്റ്. അയ്യോ, ദാറ്റ് ഇസ് ആ ദൈവത്തിൻ്റെ ആ എന്നാ പറയുന്ന സ്നേഹം, നമ്മളോടുള്ള സ്നേഹത്തെ ഒന്ന്, ദാറ്റ് ഇസ് വൺ ആസ്പെക്റ്റ് ഓഫ് ഇറ്റ്. രണ്ടാമത്തതെന്ന് വെച്ചാൽ ദാറ്റ് ഇറ്റ് ഇസ് പലവർക്കും ഉണ്ട് എന്നാ പറയുന്നത്, യേശു ഞാൻ പാപം ചെയ്തു, എനിക്ക് ശിക്ഷ കിട്ടിയില്ല. സോ ദർ ഇസ് എ മിസ്കൺസെപ്ഷൻ ദറ്റ് പാപം ചെയ്താൽ ശിക്ഷയില്ലെന്ന്. ഐ വിത്ത് മീ? ഹലോ, പാപം ചെയ്താൽ ശിക്ഷയില്ല. ബട്ട് ജീസസ് ഡെമോൺസ്ട്രേറ്റ്സ്, പാപം ചെയ്തതുകൊണ്ട് നിനക്ക് ശിക്ഷയില്ല, പക്ഷെ നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തു. ഐ വിത്ത് മീ? One, to demonstrate his forbearance by overlooking the sins that you committed previously. രണ്ടാമത്, പാപത്തിൻ്റെ വേദന മരണമാണ്, പക്ഷെ നീ ചെയ്ത പാപത്തിൻ്റെ മരണം ഞാൻ ഏറ്റെടുത്തു. ദാറ്റ് ഇസ് എ ജസ്റ്റിഫിക്കേഷൻ. അയ്യോ, നീ ആദ്യം ജസ്റ്റാണ്, ദാറ്റ് ഹീ ഈസ് വില്ലിംഗ് ടു ഫോർഗിവ്, ഹീ ഈസ് വില്ലിംഗ് ടു ഫോർബെയർ. രണ്ടാമത് ദ ജസ്റ്റിഫിക്കേഷൻ. പാപം ചെയ്താൽ ശിക്ഷയുണ്ട് സഹോദര, പാപം ചെയ്താൽ ശിക്ഷയുണ്ട്. നീ കൃപ 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 എന്ന് പറഞ്ഞ കാര്യമില്ല. നിനക്ക് ശിക്ഷ ഏറ്റെടുക്കാതെ ദൈവം നിന്റെ ശിക്ഷ ഏറ്റെടുത്തതാണ് കൃപ. അയ്യോ, നീ ഒരാൾ പാപത്തിന് അതിന് വില കൊടുക്കണം. അല്ലാതെ പാപം ചെയ്തു, പുതിയ ഉടമ്പടി വന്നപ്പോൾ പാപം ചെയ്തു, ഒരു കുഴപ്പമില്ല എന്നല്ല, കുഴപ്പമുണ്ട്. നിന്റെ പാപത്തിൻ്റെ വേദനാവുന്ന മരണം നമ്മളുടെ കർത്താവായ യേശു ഏറ്റെടുത്തു. That is where he is the justifier. Are you with me? Hallelujah. This is an important message. If you get it, you will get a great breakthrough. Breakthrough എന്തിനാണെന്നറിയോ? അത്ഭുതങ്ങൾ അടയാളം ചെയ്യാനല്ല. Breakthrough to love Jesus. യേശുവിനെ സ്നേഹിക്കാനുള്ള ഒരു ബ്രേക്ക് ത്രൂ നിനക്ക് കിട്ടും. അങ്ങനെ നിൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു ബ്രേക്ക് ത്രൂ യു വിൽ ഗെറ്റ്. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, യേശു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ, എന്നാ നീ പാപം ചെയ്തു, ഓക്കെ, നമുക്കറിയാം വൈപ്ഡ് ഔട്ട് ദി കൊളോഷ്യൻസ് ലേഖനത്തിലുണ്ട് ദാറ്റ് ഹി ഹാസ് വൈപ്ഡ് ഔട്ട് ദി ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഒഫെൻസസ് ദാറ്റ് വാസ് എഗെയിൻസ്റ്റ് അസ്. അത് വൈപ്ഡ് ഔട്ട് ആണ്. അത് കഴിഞ്ഞ് വായിക്കണം. എങ്ങനെയാ? ബൈ നെയിലിംഗ് ടു ദ ക്രോസ്. ഐ വിത്ത് മീ? അവൻ്റെ കുരിശാൽ നിൻ്റെ പാപം അവൻ ഏറ്റെടുത്തു. അങ്ങനെയാണ് നിനക്ക് പാപത്തിൽ നിന്നൊരു മോചനം കിട്ടിയത്. സോ ദർ ഇസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസ്പെക്ട്. ഹല്ലേലൂയ. ദാറ്റ് നമ്മുടെ സിൻസ് വൈപ്പ് ഔട്ട് ചെയ്ത് വെറുതെ ഡിസ്മിസ് ചെയ്ത് ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞത് അങ്ങനെ കളയുകയല്ല. സാരമുണ്ട്. പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എൻ്റെ യേശു എനിക്ക് വേണ്ടി പകരക്കാരനായിട്ട് ഏറ്റെടുത്തു. സോ എന്നെ പറയുന്നത്, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഗോഡ് സസ്പെൻഡഡ് ദ സെൻറ്റൻസ്, മൈ സെൻറ്റൻസ്, ഐ വിത്ത് മീ, ബട്ട് പുട്ട് ദറ്റ് സെൻറ്റൻസ് ഓൺ ജീസസ്. യേശുവിൻ്റെ മേൽ ആ കുറ്റം ചുമത്തി. ഹല്ലേലൂയ. ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ആ എന്നാ പറയുന്നത്, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ യേശു ഈ രണ്ട് ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ, ട്വിൻ ഫങ്ഷൻസ് നേരെ ഞാൻ പറഞ്ഞല്ലോ. വൺ, യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായിരുന്നോ? ആണോ? മനുഷ്യൻ്റെ പുത്രനായിരുന്നോ? യെസ്. ദ ജസ്റ്റ് ഈസ് ദി ആസ്പെക്ട് ഓഫ് he is a son of God. Are you with me? The justifier is the aspect that he is a son of man.
ഐ വിത്ത് മീ? കുരിശേൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഈസ് ദ ജസ്റ്റിഫയർ, ടു പേ ദ പ്രൈസ് ഓഫ് ദ ജസ്റ്റ്. ജസ്റ്റിസ് റിക്വയേഴ്സ് ദറ്റ് ദ പ്രൈസ് ഷുഡ് ബി പെയ്ഡ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൺ ദ വൺ ഹാൻഡ് ഹീസ് എന്നാ പറയുന്നത്, ഈസ് എ റൈച്ചസ് ഗോഡ് ഹൂ ഇസ് ജസ്റ്റിഫൈ, ഹൂ ഇസ് എ ജസ്റ്റ് ഗോഡ്. നീതിമാനാണ്. പാപം ചെയ്താൽ ശിക്ഷയുണ്ട്. ആ ശിക്ഷ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഐ വിത്ത് മീ? അത് ദൈവത്തിൻ്റെ പുത്രനാണ് വിധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമുക്കറിയാവുന്ന വളരെ വ്യക്തമായിട്ട് വെളിപാട് പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് അവൻ്റെ നാമം ദൈവവചനമാണെന്ന്, അല്ലേ? ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ വിധിക്കുന്നത്. ആ വിധിക്ക് മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും മാറിപ്പോവും, എങ്കിലും എൻ്റെ വചനം ഒരു പുള്ളിയോ വള്ളിയോ മാറുകയില്ല. അപ്പം നീ പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്, അത് മാറുകയില്ല. സൺ ഓഫ് മാൻ കെയിം എന്തിനാണ്? സൺ ഓഫ് മാൻ കെയിം ടു പേ ദ പ്രൈസ് ഓഫ് യുവർ സിൻ. Are you with me? So he is a justifier. The just condemns you. The word condemns you because you have sinned. The justifier, Jesus, took your punishment upon himself. Hello, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? So you need to understand, the Son of Man എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുത്രൻ വന്നിരിക്കുന്നത് എന്നാ പറയുന്നത്, എൻ്റെ പാപം ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം പറയുന്നത്, പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി. ഐ വിത്ത് മീ? ആര് പാപമാക്കി? പിതാവ് പാപമാക്കി. ആര് പാപമാക്കി? വചനം പാപമാക്കി, നിയമം പാപമാക്കി. കാരണം ആരെങ്കിലും ഒരാൾ വില കൊടുക്കണം. ഹലോ, വെറുതെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. നീ പാപം ചെയ്താൽ ആരെങ്കിലും ആ ശിക്ഷ ഏറ്റെടുക്കണം. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത്, ഹി ഹൂ ന്യൂ നോ സിൻ വാസ് മെയ്ഡ് സിൻ ഫോർ അസ്, ദാറ്റ് യു ആൻഡ് ഐ മൈറ്റ് ബിക്കം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ഹിം. അതുകൊണ്ടാണ് ജസ്റ്റ് ആൻഡ് ദി ജസ്റ്റിഫയർ. ഹല്ലേലൂയ. ഒരു നോക്കുകയാണെങ്കിൽ പഴയ ഉടമ്പടി നമ്മൾ നോക്കുമ്പോൾ അവിടെ മനസ്സിലാക്കണം, യേശു പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആസ് എ ജസ്റ്റ് ഗോഡാണ്, നീതിമാനായ ദൈവമാണ്. പഴയ ഉടമ്പടിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ദൈവത്തിന് എന്നാ പറയുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷയിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഐ വിത്ത് മീ? ഇറ്റ് വിൽ റിസൾട്ട് ഓൺലി ഇൻ കോണ്ടംനേഷൻ ഇഫ് ദർ ഇസ് എ വയലേഷൻ ഓഫ് ദ ലോ ഓഫ് ദ ലോർഡ്. പക്ഷേ 2-ാമത്തെ ഉടമ്പടിയിൽ, പുതിയ ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ ആ ദൈവത്തെ നമ്മൾ കാണുന്നത് നീതിമാനായ ദൈവമായിട്ടാണ്. ഈസ് എ റൈച്ചസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് എന്നാ പറയുന്നത്, നമുക്ക് ആ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസം വഴി നമ്മൾക്ക് ആ യേശു എനിക്ക് വേണ്ടി മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജീസസ് ബിക്കമിങ് ദ പ്രൊപ്പിസിയേഷൻ ഫോർ അവർ സിൻസ്, ഒരു പകരക്കാരനായിട്ട് ബലിവസ്തുവായിട്ട് മരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഉടമ്പടിയിൽ ആ ശിക്ഷ, ദ പേഴ്സൺ ഹൂ ഇസ് ടു ടേക്ക് ദ പണിഷ്മെൻറ്റ് ഹാസ് ഷിഫ്റ്റഡ്. ഐ വിത്ത് മീ? യേശു നമ്മൾക്ക് വേണ്ടി പകരക്കാരനായിട്ട് കുരിശേൽ മരിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇത് നോക്കുകയാണെങ്കിൽ അത് ഒരിക്കൽ എന്തിനാണ് മനുഷ്യൻ ദീർഘകാലം ഒരു ഗിൽറ്റിയായിട്ട് ഒരു കുറ്റബോധത്തിൻ്റെ അടിയിൽ ജീവിക്കാതെ ഇരിക്കുവാൻ വേണ്ടിയാണ്. ദാറ്റ് ഹി നീഡ് നോട്ട് ലിവ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഇൻ ഗിൽറ്റ് ഓഫ് സിൻ ആൻഡ് കേഴ്സ്. കാരണം നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഗലേഷ്യൻസ് 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പറയുന്നുണ്ട്, മരത്തേൽ തൂക്കിപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ആരുടെ ശാപമാണ്? നമ്മളുടെ ശാപം ഏറ്റെടുത്തത്. ഹല്ലേലൂയ. നമ്മളുടെ പാപവും ശാപവും എല്ലാം യേശു ക്രിസ്തു ഏറ്റെടുത്തിട്ട് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പകരക്കാരനായിട്ട് ഒരു ശപിക്കപ്പെട്ട ഒരു വ്യക്തിയായി. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ ന്യൂ കവണൻറ്റ്. ഓൾഡ് കവണൻറ്റിൽ ആരായിരിക്കും ശിക്ഷ ഏറ്റെടുക്കേണ്ടത്? ഞാൻ തന്നെയാണ്. ഹൈ വിത്ത് മീ? പുതിയ ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി പകരക്കാരനായിട്ട് യേശു വന്നു. അതാ പറഞ്ഞത്, പുതിയ ഉടമ്പടിയിൽ, പഴയ ഉടമ്പടിയിൽ ഈസ് എ ജസ്റ്റ് ഗോഡ്. 2-ാമത്തെ പുതിയ ഉടമ്പടിയിൽ ഈസ് എ ജസ്റ്റിഫയർ ഓഫ് ദോസ് ഹു ഹാവ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ ദൈവം എന്നെ രക്ഷിച്ചത് ആ നിത്യത ദൈവത്തോടു കൂടി ചെലവഴിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 9-10 വചനങ്ങൾ ഒന്ന് വായിക്കാമോ? നാം ഇപ്പോൾ തന്നെ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവൻ മുഖാന്തരം ഇനിയും നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരപ്പ് പ്രാപിച്ച ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ആമേൻ.
നമ്മൾ ദൈവത്തിൻ്റെ വചനം അത് നമ്മളൊന്ന് കംപ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനെ മരിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഐ വാസ് സേവ്ഡ് ഫ്രം ദ wrath ഓഫ് ഗോഡ്. രണ്ടാമത് യേശു ക്രിസ്തുവിൻ്റെ ആ ബലിയിൽ ഞാൻ വിശ്വസിച്ച് എൻ്റെ നീതീകരണം അതിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഐ ആം സേവ്ഡ് ഫോർ ലൈഫ്. ഹലോ, one, you are saved from wrath and you are saved for life. The wrath comes from the just God. The just requirement of the law is that sin must be paid for. യേശു എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ ഐ ബിക്കെയിം ഫോർ ലൈഫ്. ഹി ഹാസ് സേവ്ഡ് മീ. രക്ഷിച്ചത് ജീവന് വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടിയാണ്, ശിക്ഷിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ ജീവൻ തരാനാണ്, ശിക്ഷിക്കാനല്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ നീതി ആർക്കൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ആർക്കൊക്കെയാണ് നീതി സ്വീകരിക്കാൻ പറ്റും? യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ആ യേശു കുരിശിൽ ചെയ്ത പ്രവൃത്തിയിൽ, ആ യാഗത്തിൽ എൻ്റെ ഈ പാപമോചനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ആ നീതി സ്വന്തമാക്കാൻ പറ്റും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ ബിലീവർ ഇഫ് യു ബിലീവ് ഇൻ ദ റൈച്ചസ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അവൻ്റെ ആ നീതി ഇറ്റ് ഈസ് കൃപയാലാണ്, സൗജന്യമായിട്ട് കൃപയാലാണ് നമ്മൾക്കത് തന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഒരു തരത്തിലും അർഹതയുള്ളവരല്ല. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്താൽ ദൈവം നമ്മൾക്ക് ആ സൗജന്യമായ ആ പാപമോചനം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. അത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വില കൊടുത്തിട്ടാണ്. ഐ വിത്ത് മീ.